ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പത്രോസിൻ്റെ ജീവിതത്തിലെ 3 വിജയങ്ങളെക്കുറിച്ചാണ്. എന്തിനാണ് ഈ വിജയങ്ങൾ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും പത്രോസിൻ്റെ ഈ മനോഭാവത്തെ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് കൂടുതൽ വിജയം തരും എന്ന ബോധ്യമാണ്. പത്രോസിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ വിജയത്തിൻ്റെ തലം അത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളാണ്. നമ്മൾ അവിടെ കാണുന്നത്, യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? യേശുവിനെ കുറിച്ചുള്ള ജനത്തിൻ്റെ അഭിപ്രായമാണ് നമ്മൾ തുടർന്ന് കാണുക. അവര് മറുപടി പറഞ്ഞു, ചിലർ പറയുന്നു നീ സ്നാപയോഹന്നാനാണെന്ന്, ചിലർ പറയുന്നു നീ ഏലിയായാണെന്ന്, ചിലർ പറയുന്നു നീ ജെറമിയാണെന്ന്, ചിലർ പറയുന്നു നീ പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന്. ജനങ്ങൾ യേശുവിനെ കുറിച്ച് പറയുന്നതായ കാര്യങ്ങൾ അത് വ്യത്യസ്തമായിട്ടുള്ളതാണെന്നും അത് ഒന്നും ശരിയല്ലെന്നും ഈശോയ്ക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞതായ കാര്യങ്ങളിൽ നിന്ന് യേശു മനസ്സിലാക്കിയത്, ജനത്തിന് ആർക്കും ഞാൻ ആരാണ് എന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് വളരെ ആവേശത്തോടെ പത്രോസ് മറുപടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യഥാർത്ഥമായ ഉത്തരം. യേശു പത്രോസ് പറഞ്ഞ ഈ ഉത്തരത്തിൽ സന്തോഷിച്ചു. യേശു പത്രോസിനെ അഭിനന്ദിച്ചു. പറയുകയാണ്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ പത്രോസിൻ്റെ ആ മറുപടിയിൽ യേശു പത്രോസിനെ അഭിനന്ദിക്കുകയാണ്. എന്താണ് പത്രോസിൻ്റെ ആ മറുപടിയുടെ പ്രത്യേകത? എന്താണ് യേശു പത്രോസിനെ അഭിനന്ദിക്കാൻ കാരണം യേശുവിനെ പത്രോസ് യഥാർത്ഥമായി മനസ്സിലാക്കി. യേശു ആരാണ് എന്നുള്ള സത്യത്തെ പത്രോസ് മനസ്സിലാക്കിയപ്പോൾ ഈശോ പത്രോസിന് കൊടുത്ത കാര്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം തിരുവചനം, പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. അവന് അതിലൂടെ 1 യേശു വലിയ അധികാരം കൊടുത്തു. 2 യേശു പറഞ്ഞു, നരക കവാടങ്ങൾ നിനക്കെതിരെ പ്രബലപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് ശക്തിയെയും അതിൻ്റെ മേൽ വിജയം വരിക്കുവാനുള്ള അധികാരവും കൃപയും ഞാൻ നിനക്ക് തരുന്നു. 3-ാമത്തത് യേശു പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരികയാണ്. അടുത്തത്, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഭൂമിയിലും സ്വർഗത്തിലും കെട്ടാനും അഴിക്കാനുമുള്ള എല്ലാ അധികാരവും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഇത് പത്രോസിന് കിട്ടാൻ എന്താ കാരണം? പത്രോസ് യേശുവിനെ മനസ്സിലാക്കി. ആർക്കാണ് കർത്താവ് അധികാരവും അനുഗ്രഹവും ഉയർച്ചയും നൽകുന്നത്? ആര് യേശുവിനെ മനസ്സിലാക്കുന്നോ, മനസ്സിലാക്കുന്ന വ്യക്തിക്കാണ് സാത്താന്റെ മേൽ വിജയം വരിക്കാൻ സാധിക്കുക. മനസ്സിലാക്കുന്ന വ്യക്തിക്കാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ലഭിക്കുക, സ്വർഗരാജ്യത്തിൻ്റെ ആനന്ദവും സന്തോഷം ലഭിക്കുക. അവർക്കാണ് ഭൂമിയിൽ കെട്ടാനും അഴിക്കാനുമുള്ള ശക്തി ലഭിക്കുക, കൃപ ലഭിക്കുക, ധൈര്യം ലഭിക്കുക. അപ്പോൾ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ
കർത്താവിനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കണം. ഒരു വ്യക്തി യേശുവിനെ മനസ്സിലാക്കും തോറും ആ വ്യക്തി യേശുവിനോട് കൂടുതൽ കൂടുതൽ അടുക്കും. ഒരു വ്യക്തി യേശുവിനോട് കൂടുതൽ കൂടുതൽ അടുക്കും തോറും ആ വ്യക്തിയെ യേശു കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കും. അപ്പോൾ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ യേശുവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പത്രോസിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ വിജയത്തിന്റെ കാരണം അവൻ യേശുവിനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. ആരെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നോ പരിശ്രമിക്കുന്നോ അവരുടെ എല്ലാം ജീവിതത്തിൽ കർത്താവ് കൂടുതൽ വിജയവും അനുഗ്രഹവും ഉയർച്ചയും തന്നുകൊണ്ടിരിക്കും. 2015 ഒക്ടോബർ 18 തിരുസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭാര്യനെയും ഭർത്താവിനെയും ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യത്തെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ച് വിശുദ്ധരാകുന്നത് സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ആ ഭാര്യയും ഭർത്താവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാതാപിതാക്കന്മാരായ ലൂയി മാർട്ടിനും സെലി ഗൊരിനുമാണ്. ലൂയി മാർട്ടിനും സെലിയും ഗൊരിനും അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരുന്നു. അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായി തീരാൻ എന്താണ് കാരണം എന്ന് സെലി ഗൊരിൻ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 3 കാരണങ്ങളാണ് അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷപ്രദവും ദൈവാനുഗ്രഹപ്രദവുമായി തീരുവാൻ വേണ്ടി ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ പറയുന്നു, സെലി ഗൊരിൻ പറയുകയാണ്, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഏറിയിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലവിധത്തിലുള്ള രോഗങ്ങളും തകർച്ചകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാം ആ ജീവിതത്തിലെ നഷ്ടങ്ങൾ, തകർച്ചകൾ, രോഗങ്ങൾ, പരാജയങ്ങൾ എല്ലാം വിജയമായി മാറിയത് ഈ സന്ദർഭത്തിലും സാഹചര്യത്തിലും എല്ലാ കാര്യത്തിലും ഒന്ന്, എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കി, ഞാൻ എൻ്റെ ഭർത്താവിനെ മനസ്സിലാക്കി. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, ദൈവവുമായുള്ള ബന്ധത്തിൽ എല്ലാം ഒരു വ്യക്തി കൂടുതൽ കൂടുതൽ വിജയിക്കണമെങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കണം. ദൈവത്തെ മനസ്സിലാക്കണം, മനുഷ്യരെ മനസ്സിലാക്കണം. കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബജീവിതം അനുഗ്രഹപ്രദവും ആനന്ദപ്രദവുമായി തീരണമെങ്കിൽ എല്ലാ കാര്യത്തിലും ഭാര്യയും ഭർത്താവും പരസ്പരം മനസ്സിലാക്കുന്ന മനോഭാവം ഉണ്ടാകണം. അതിനാൽ ഓരോ ഭാര്യയും ഓരോ ഭർത്താവും കുടുംബജീവിതത്തിൽ എല്ലാ നിമിഷവും സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മനസ്സിലാക്കുന്ന മനോഭാവം. എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭർത്താവ് എന്നോട് അങ്ങനെ പറയുന്നുവെങ്കിൽ, അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ, അങ്ങനെ പ്രവർത്തിക്കുന്നുവെങ്കിൽ, അങ്ങനെ ചെയ്യാൻ, അങ്ങനെ പറയാൻ, അങ്ങനെ പ്രവർത്തിക്കാൻ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം ഭാര്യ മനസ്സിലാക്കിയാൽ ഒരിക്കലും അത് കുറ്റപ്പെടുന്ന വാക്കാട്ടെ, ദേഷ്യപ്പെടുന്ന വാക്കാട്ടെ, വേദനിപ്പിക്കുന്ന വാക്കാകട്ടെ, നൊമ്പരപ്പെടുത്തുന്ന വാക്കാകട്ടെ, ആ വാക്കിൽ നൊമ്പരം തോന്നാതിരിക്കണമെങ്കിൽ, വേദന തോന്നാതിരിക്കണമെങ്കിൽ, മുറിവ് അനുഭവപ്പെടാതിരിക്കണമെങ്കിൽ ആ വാക്ക് പറഞ്ഞതിൻ്റെ പിന്നിലെ കാരണം മനസ്സിലാക്കണം. കാരണം മനസ്സിലാക്കിയാൽ ആ കാരണം എന്നെ മുറിപ്പെടുത്തുകയല്ല, മറിച്ച് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും എപ്പോഴും എൻ്റെ ജീവിത പങ്കാളി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം ഞാൻ മനസ്സിലാക്കിയാൽ, ആ കാരണം ഞാൻ മനസ്സിലാക്കും തോറും എന്നെ എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് കൂടുതൽ കൂടുതൽ അടുപ്പിക്കും. മക്കളും മാതാപിതാക്കന്മാരും തമ്മിലുള്ള ബന്ധത്തിൽ ആ ബന്ധം കൂടുതൽ സ്നേഹത്തിൻ്റെയും കൂടുതൽ നന്മയുടെയും കൂടുതൽ വിജയത്തിൻ്റെതുമായി മാറണമെങ്കിൽ മക്കൾ മാതാപിതാക്കന്മാരെ മനസ്സിലാക്കണം, മാതാപിതാക്കന്മാർ മക്കളെ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുന്ന മനോഭാവമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയം തരുന്നത്. പത്രോസ് യേശുവിനെ മനസ്സിലാക്കിയപ്പോൾ ആ മനസ്സിലാക്കൽ അവൻ്റെ ജീവിതത്തിലെ ഒരു വിജയമായി മാറി. ഇവിടെ സെലി ഗൊരിൻ, ലൂയി മാർട്ടിൻ അവരുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹപ്രദവും, അവര് തിരുസഭയിൽ ഒന്നിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി വിശുദ്ധരാക്കി. തിരുസഭ അവരെ വണങ്ങുമ്പോൾ,
അൾത്താരയിൽ പ്രതിഷ്ഠിക്കുമ്പോൾ അതിൻ്റെ കാരണമായിട്ട് പറയുകയാണ്, തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും എപ്പോഴും ഞാൻ എൻ്റെ ഭർത്താവിനെ മനസ്സിലാക്കി, എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കി. രണ്ടാമത്തെ കാരണം, ഞങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കിയപ്പോൾ എല്ലാ കാര്യത്തിലും എൻ്റെ ഭർത്താവ് എന്നെ ആശ്വസിപ്പിച്ചു, എനിക്ക് എൻ്റെ ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് മറ്റുള്ളവരിൽ നിന്ന് ഒരു ആശ്വാസത്തിൻ്റെ വാക്ക്, ഒരു സാന്ത്വനത്തിൻ്റെ വാക്ക് അത് ലഭിക്കണമെന്ന്. ഈ ആശ്വാസത്തിൻ്റെ വാക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ ആ വ്യക്തിയെ മനസ്സിലാക്കണം, എന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ മനസ്സിലാക്കുന്ന മനോഭാവമാണ് ആശ്വാസത്തിലേക്ക് നയിക്കുന്നത്. മൂന്നാമത്തത് സെലിഗ്വരൻ എഴുതി വച്ചിരിക്കുകയാണ്, അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ, ആശ്വസിപ്പിച്ചപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ സ്നേഹത്തിൽ ആഴപ്പെട്ടു. ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി ആശ്വസിപ്പിച്ചപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ സ്നേഹത്തിൽ ആഴപ്പെട്ടു. ഭാര്യ ഭർത്തൃ ബന്ധം, മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം, അധികാരികളും അധീനരും തമ്മിലുള്ള ബന്ധം, ഈ ബന്ധങ്ങളെല്ലാം സ്നേഹത്തിൽ ആഴപ്പെടുന്നത് മനസ്സിലാക്കുമ്പോഴാണ്. മനസ്സിലാക്കും തോറും സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടുന്ന അനുഭവം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന പത്രോസ് യേശുവിനെ മനസ്സിലാക്കിയ ആ ബന്ധം, അത് പത്രോസിന് യേശുവുമായിട്ടുള്ള സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടാൻ കാരണമായി തീർന്നു. അപ്പോൾ നമ്മൾ കണ്ടത് പത്രോസിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ വിജയത്തിൻ്റെ കാരണമായി തീർന്ന ആ സംഭവമാണ്. ഇനി പത്രോസിൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ വിജയത്തിൻ്റെ കാരണമായി തീർന്നത്, അത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതലുള്ള തിരുവചനത്തിലാണ്. 15 മുതലുള്ള തിരുവചനത്തിൽ അവിടുത്തെ സംഭവം ഇതാണ്. യേശു ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം 3 പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. മൂന്നാമത്തെ പ്രാവശ്യം യേശു പ്രത്യക്ഷപ്പെട്ടത് തിബേരിയസ് കടൽ തീരത്താണ്. അവിടെ പത്രോസും കൂട്ടരും ഉപേക്ഷിച്ചതായ പഴയ പണി, മീൻപിടുത്തം എന്ന പണി, അത് വീണ്ടും തിരഞ്ഞെടുത്തു. പക്ഷേ ഒരു രാത്രി മുഴുവൻ അവർക്ക് അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അതിൻ്റെ കാരണം, ഉപേക്ഷിച്ച പണി, കർത്താവിനെ കണ്ടെത്തി ഉപേക്ഷിച്ച പണി, അത് വീണ്ടും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും വിജയം ഉണ്ടായില്ല. കടൽക്കരയിൽ പ്രത്യക്ഷപ്പെട്ട കർത്താവ് പറഞ്ഞു, നിങ്ങൾ വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കുക, കിട്ടും. 153 മത്സ്യം അവിടെ വല നിറഞ്ഞ് കീറുവോളം കിട്ടി. അത് കർത്താവാണ് എന്ന് പത്രോസ് തിരിച്ചറിഞ്ഞു. ആ പത്രോസ് കർത്താവിൻ്റെ തിരുമുമ്പിൽ സകലതും അടിയറ വെച്ചു. അപ്പോൾ ഇനി അടുത്ത് കാണുന്ന സംഭവമാണ് 15 മുതലുള്ള വചനത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15 മുതൽ തിരുവചനത്തിൽ. അവിടെ യേശു പത്രോസിനെ അച്ചപാലകനായി നിയമിക്കുന്ന സംഭവമാണ്. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു പത്രോസിനെ അടുത്ത് വിളിച്ചിട്ട് പത്രോസിനോട് പറഞ്ഞു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെ യേശു ഒരേ ചോദ്യം 3 പ്രാവശ്യം ആവർത്തിക്കുകയാണ്. ആ ചോദ്യത്തിലെ 3 തലം. ഒന്നാമത്തെ തലം, യേശുവിൻ്റെ ഒന്നാമത്തെ ചോദ്യം, ആ ചോദ്യത്തിൻ്റെ പിന്നിലെ പ്രേരണ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യ വ്യക്തിയേക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിൻ്റെ വിജയത്തിൻ്റെ രണ്ടാമത്തെ കാരണം, യേശുവിനെ മറ്റേതൊരു വ്യക്തിയേക്കാൾ അധികമായി സ്നേഹിക്കാനുള്ള തീരുമാനമെടുത്തതാണ്. ഈ ചോദ്യം യേശു അവിടെ ആവർത്തിക്കുമ്പോഴും അതിൻ്റെ ഉത്തരം പത്രോസിൽ നിന്ന് സ്വീകരിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ 3 പ്രാവശ്യം തന്നെ തള്ളിപ്പറഞ്ഞവനാണ് പത്രോസ്. 3 പ്രാവശ്യം തന്നെ തള്ളിപ്പറഞ്ഞെങ്കിലും യേശു പത്രോസിനോട് പൂർണ്ണമായും ക്ഷമിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് യേശു പത്രോസിനോട് ചോദ്യം ചോദിക്കുന്നതും പത്രോസിൽ നിന്ന് മറുപടി കിട്ടുന്നതും പത്രോസിനെ
സഭയുടെ അധികാരിയായി ചുമതലപ്പെടുത്തുന്നതും. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അറിയണം, ഏത് തെറ്റ്, പാപം, തിന്മപ്രവൃത്തി ചെയ്ത വ്യക്തിയായാലും ആ ചെയ്ത ഞാൻ എൻ്റെ തെറ്റിനെ ഓർത്ത്, പാപത്തെ ഓർത്ത് അനുതപിച്ച് ഞാൻ തിരിച്ചു വന്നാൽ, ഞാൻ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നാൽ, പിന്നെ ഒരിക്കലും കർത്താവ് പഴയ പാപങ്ങളെ ഓർത്ത് എന്നെ കുറ്റപ്പെടുത്തുകയോ തള്ളിക്കളയോ ഇല്ല. പാപത്തെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുന്ന ഓരോ വ്യക്തിയെയും കർത്താവ് 100 ഇരട്ടിയായി സ്നേഹിക്കുന്നു. ആ ഇരട്ടിയായി സ്നേഹിക്കുന്നതിൻ്റെ അടയാളം എനിക്ക് പുതിയ അധികാരങ്ങളും പുതിയ ദൗത്യങ്ങളും കർത്താവ് തരുന്നു എന്നുള്ളതാണ്. ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, യേശു പത്രോസിനോട് പരിപൂർണമായും ക്ഷമിച്ചു, പത്രോസിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം. 2, പൂർണ്ണമായും ക്ഷമിച്ചതിൻ്റെ അടയാളമായി പത്രോസിന് യേശു നൽകുന്ന പുതിയ അധികാരം, മറ്റാർക്കും കൊടുക്കാത്തതായ അധികാരം. ഇതേ രീതിയിൽ കർത്താവ് എന്നോടും ചോദിക്കുകയാണ്. ഞാനും കർത്താവ് ആഗ്രഹിക്കുന്ന ഉത്തരം നൽകാൻ തയ്യാറായാൽ എനിക്ക് പുതിയ മേഖലയിൽ പുതിയ അധികാരം നൽകി, പുതിയ ആനന്ദം നൽകി കർത്താവ് എന്നെ ഉയർത്തും. നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഒന്നാമത്തെ തലം, ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യ വ്യക്തിയെക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നോ എന്നാണ് കർത്താവിൻ്റെ ചോദ്യത്തിൻ്റെ പിന്നിലുള്ള ആ പ്രേരക ശക്തി. ഈശോ പറഞ്ഞിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37-ാം തിരുവചനം, എന്നേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികമായി പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം, എന്നേക്കാൾ അധികമായി ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യ വ്യക്തിയെ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. എനിക്ക് യോഗ്യനായിട്ടുള്ളവൻ ഏതൊരു മനുഷ്യ വ്യക്തിയെക്കാളും അധികമായി എന്നെ സ്നേഹിക്കണം. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഏതൊരു മനുഷ്യ വ്യക്തിയെക്കാളും അധികമായി കർത്താവിന് നീ 1-ാം സ്ഥാനം കൊടുക്കണം. കർത്താവിന് നീ 1-ാം സ്ഥാനം കൊടുക്കുന്ന ആ ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരണം. ഈശോ ചോദിച്ച ആ ചോദ്യത്തിലെ തലം മാനുഷ്യമായ തലമാണ്. ഏതൊരു മനുഷ്യ വ്യക്തിയെക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. 2-ാമത്തെ തലം വസ്തു തലമാണ്. എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവിനേക്കാൾ അധികമായി, ഈ ലോകത്തിൽ പലതരത്തിലുള്ള വസ്തുക്കളുണ്ട്. അത് നിന്റെ ജീവിതത്തിൽ നിനക്ക് കൂടുതൽ സന്തോഷവും ആനന്ദവും ഒക്കെ തരുന്നു എന്ന് നീ കരുതുന്നതായിരിക്കാം. ആ തരുന്ന ഏതൊരു വസ്തുവിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. അവിടെയും പത്രോസ് ഉറപ്പ് കൊടുത്തു. എന്ന് പറഞ്ഞാൽ യേശുവിനോടുള്ള പത്രോസിന്റെ സ്നേഹം കൂടുതൽ ആഴപ്പെട്ടു. ഇതാ 3-ാമത്തെ തലം, അത് സ്ഥാനത്തിന്റെ തലമാണ്. അധികാരം, സ്ഥാനമാനങ്ങൾ, പദവി, ഉയർച്ച, ഇതെല്ലാം ബന്ധപ്പെട്ടാണ് യേശു പത്രോസിനോട് ചോദിക്കുന്നത്, നീ ആ സ്ഥാനത്തേക്കാളെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെ പത്രോസ് യേശുവിനോട് മറുപടി പറഞ്ഞു, ഉപകർത്താവേ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴമളന്ന് യേശു പത്രോസിനോട് പറഞ്ഞു, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. എന്ന് പറഞ്ഞാൽ പത്രോസിന് ഏറ്റവും വലിയ അധികാരം കർത്താവ് കൊടുത്തു. അവിടെയാണ് പത്രോസിൻ്റെ വിജയം, പത്രോസിൻ്റെ ജീവിതത്തിലെ 2-ാമത്തെ വിജയം. ഈ സംഭവത്തിലൂടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏതൊരു വ്യക്തിയെക്കാളും, ഏതൊരു വസ്തുവിനേക്കാളും, ഏതൊരു സ്ഥാനമാനത്തെക്കാളും അധികമായി നിന്റെ അനുദിന ജീവിതത്തിൽ നീ കർത്താവിന് 1-ാം സ്ഥാനം കൊടുത്ത് സ്നേഹിക്കാൻ തയ്യാറായാൽ, കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായാൽ, നിന്റെ ജീവിതത്തിലും പത്രോസിന് കർത്താവ് കൊടുത്ത അതേ അധികാരം, അതേ ഉയർച്ച, അതേ അനുഗ്രഹം നിനക്കും തരുമെന്ന് ഇതിലൂടെ കർത്താവ് നിനക്ക് മനസ്സിലാക്കി തരികയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, 3-ാമത്തെ സംഭവം, പത്രോസിന്റെ ജീവിതത്തിലെ വിജയത്തിന്റെ 3-ാമത്തെ തലം, അത് അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന പത്രോസ് നമ്മൾ കാണുന്നു. ജെറുസലേം ദേവാലയത്തിൽ 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്കായിട്ട് പത്രോസും യോഹന്നാനും പോകുമ്പോൾ
ആ ദേവാലയത്തിന്റെ സുന്ദര കവാടത്തിൽ ഒരു മുടന്തൻ കിടപ്പുണ്ടായിരുന്നു. ദേവാലയത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന വ്യക്തികളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ അവിടെ കിടന്നത്. പത്രോസും യോഹന്നാനും ദേവാലയത്തിലെ പ്രാർത്ഥനയ്ക്കായിട്ട് പോകുമ്പോൾ ആ മുടന്തൻ പത്രോസിന്റെ നേർക്ക് കരങ്ങൾ നീട്ടി. അവൻ കൈ നീട്ടിയത് ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കുവാൻ ലോകത്തിൻ്റെതായ ഉപാധിക്ക് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ പത്രോസിന്റെ നേർക്ക് കൈ നീട്ടിയപ്പോൾ ആ കൈ നീട്ടിയവന്റെ മുഖത്തേക്ക് പത്രോസ് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ എന്തിനു വേണ്ടിയിട്ട് എൻ്റെ നേർക്ക് കൈ നീട്ടുന്നോ ആ നീട്ടുന്നതായ കാര്യം അത് തരാൻ എൻ്റെ കയ്യിലില്ല. എന്തെന്നാൽ അത് നിനക്ക് എത്ര കിട്ടിയാലും. അവൻ ആഗ്രഹിച്ച് കൈ നീട്ടിയത് പത്രോസിന്റെ കൈവശത്ത് നിന്ന് സ്വർണമോ വെള്ളിയോ പണമോ ആണ്. പത്രോസ് പറഞ്ഞതിന്റെ അർത്ഥം, സ്വർണമോ വെള്ളിയോ പണമോ സമ്പത്തോ എന്തോരം നിനക്ക് കിട്ടിയാലും, അതുകൊണ്ട് ഈ ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കാമെന്ന് നീ കരുതുന്നു. പക്ഷേ അത് നിനക്ക് എന്തോരം കിട്ടിയാലും അത് ഒരിക്കലും നിനക്ക് സുഖം തരികയില്ല, സന്തോഷം തരികയില്ല. മറിച്ച് അത് കിട്ടുന്തോറും വീണ്ടും വീണ്ടും കൂടുതൽ കിട്ടണം എന്നുള്ള ആഗ്രഹം, ഈ ആഗ്രഹം നിന്നെ അസ്വസ്ഥനാക്കും, ഈ ആഗ്രഹം നിന്നെ അടിമപ്പെടുത്തും. അതുകൊണ്ട് പത്രോസ് അവനോട് പറഞ്ഞു, നീ ആഗ്രഹിച്ച് കൈ നീട്ടുന്ന കാര്യം തരാൻ ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങളുടെ കൈവശമുണ്ട്. അത് യേശു ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിന്റെ നിറമാണ്, സ്നേഹത്തിന്റെ ശക്തിയാണ്, സ്നേഹത്തിന്റെ ചൈതന്യമാണ്. അതിനാൽ എന്തു ചെയ്തു? അത് ആ മുടന്തന് കൊടുക്കാൻ പത്രോസ് തയ്യാറായി. പത്രോസ് അവന്റെ കൈ നീട്ടിയിട്ട് ആ മുടന്തന്റെ കരങ്ങൾ പിടിച്ചിട്ട് അവനോട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, നീ എഴുന്നേറ്റ് നടക്കുക. ഇതാ വചനം സാക്ഷ്യപ്പെടുത്തിയാണ്. അവന്റെ വളഞ്ഞിരുന്ന കൈകാലുകൾ നേരെയായി. അവൻ ചാടി എഴുന്നേറ്റു, കുതിച്ചു ചാടി. എന്നിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ ദേവാലയത്തിലേക്ക് പോയി. അന്ന് വരെ ദേവാലയത്തിന് പുറത്ത്, ദേവാലയത്തിന്റെ അകത്ത് കയറുന്ന ആൾക്കാരിൽ നിന്ന് ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതി അതിന്റെ ഉപാധിക്ക് വേണ്ടി കൈനീട്ടിയവൻ, അവന് വലിയൊരു സത്യം മനസ്സിലായി. ഞാൻ എന്തിനു വേണ്ടി കൈനീട്ടിയോ ആ കൈനീട്ടിയ കാര്യം എനിക്ക് എത്ര കിട്ടിയാലും ഈ ഭൂമിയിൽ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ സാധിക്കില്ല. എന്നാൽ അതിനൊന്നും തരാൻ പറ്റാത്തതായ കാര്യം പത്രോസ് തനിക്ക് നൽകിയത് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പൂർണ്ണമായ സൗഖ്യം. ഈ സൗഖ്യം അവനെ സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്ക് നയിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനസ്സിലാക്കണം, ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒന്ന്, ആ വ്യക്തിക്ക് പൂർണ്ണമായ സന്തോഷവും സമാധാനവും അനുദിന ജീവിതത്തിൽ സ്വന്തമാക്കാനും അനുഭവിക്കാനും സാധിക്കും. അതുപോലെ ആ വ്യക്തി ഈ നാമത്തിന്റെ ശക്തി തന്നിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറായാൽ ആ കൊടുക്കാൻ തയ്യാറാകുന്ന വ്യക്തികളിൽ ദൈവം അത്ഭുത പ്രവൃത്തി നടക്കും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്ന ഒരു ഭാര്യയും ഭർത്താവും. ആ ഭാര്യ ഒരു വാഹന അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് തളർന്നു കിടക്കുകയാണ്. ഈ തളർന്നു കിടക്കുന്ന ഭാര്യനെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഭർത്താവ്, ബാങ്ക് ജോലിക്കാരനായ ഭർത്താവ്, ജോലി രാജിവെച്ചിട്ട് ആ ഭാര്യയോടുള്ള സ്നേഹത്തെ പ്രതി പ്രിയപ്പെട്ടവര് ശുശ്രൂഷിക്കുകയാണ്. അങ്ങനെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ആ ഭർത്താവ് കിടപ്പ് രോഗിയായ ഭാര്യനെ കൊണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നു. ആ ധ്യാനത്തിന്റെ വ്യാഴാഴ്ച ദിവസം ആന്തരിക സൗഖ്യാരാധന നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആരാധനയിൽ യേശുവിന്റെ സുഖപ്പെടുത്തുന്ന നാമത്തിന്റെ ശക്തി, ആ നാമത്തെ വിളിച്ച് ആ കിടപ്പ് രോഗിയായ ഭാര്യ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ, തൻ്റെ ഭാര്യയിലെ ശാരീരികമായ രോഗം കർത്താവ് എടുത്തു മാറ്റുന്നതിന് വേണ്ടി ആ ഭർത്താവ് യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ ആന്തരിക സൗഖ്യ ആരാധനയിൽ ആ സഹോദരിക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു. പൂർണ്ണമായ സൗഖ്യം ലഭിച്ച ആ സഹോദരി ഭർത്താവ് ഭാര്യനും കൊണ്ട് മലയാള സ്റ്റേജിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 10 വർഷക്കാലം എൻ്റെ ഭാര്യനെ ഞാൻ കർത്താവിൻ്റെ കരങ്ങൾ സ്വീകരിച്ച ആ ഭാര്യനെ സ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്തപ്പോൾ, ആ ശുശ്രൂഷ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാൻ ഈ ആഴ്ചയിൽ കർത്താവിൻ്റെ തിരുമുമ്പിൽ ഈ ആരാധനയിൽ യേശുവിൻ്റെ നാമം വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയിൽ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കർത്താവ് പൂർണ്ണമായ സൗഖ്യം നൽകി. പ്രിയപ്പെട്ടവരെ, എവിടെ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നോ അവിടെയെല്ലാം കർത്താവ് നൽകുന്ന അത്ഭുതകരമായ രോഗസൗഖ്യമുണ്ട്, അത്ഭുതകരമായ മാനസാന്തരമുണ്ട്, അത്ഭുതകരമായ വിശുദ്ധിയുടെ ജീവിതമുണ്ട്. ഇതാ പത്രോസിന്റെ ജീവിതത്തിലെ 3ാമത്തെ വിജയത്തിന്റെ കാരണം
അവൻ അനുഭവിച്ച യേശു അനുഭവത്തെ രോഗിയായ മുടന്തന് കൊടുക്കാൻ തയ്യാറായപ്പോൾ പത്രോസിൽ യേശു അനുഭവം, യേശു നാമത്തിൻ്റെ ശക്തി ആ മുടന്തനിൽ സൗഖ്യമായി മാറി. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, സഹനങ്ങളുണ്ടാകാം. അവിടെ മനസ്സുമെടുക്കാതെ നീ യേശുവിനോട് കൂടുതൽ കൂടുതൽ ചേർന്ന് യേശു അനുഭവത്തിൽ നിറഞ്ഞ് നീ പ്രാർത്ഥിച്ചാൽ നിന്നിലൂടെ മറ്റുള്ളവർക്ക് സൗഖ്യവും മാനസാന്തരവും അനുഗ്രഹവും ഉണ്ടാവും. നിന്റെ ഈ ജീവിതത്തിൽ നീ അനുദിനം മനസ്സിലാക്കണം ഈ നാമത്തിൻ്റെ ശക്തി. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനം, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നിന്റെ മാനസാന്തരത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി, നിന്റെ സൗഖ്യത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ സൗഖ്യത്തിന് വേണ്ടി, നിന്റെ ജീവിത വിശുദ്ധിക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ജീവിത വിശുദ്ധിക്ക് വേണ്ടി ഈ നാമത്തിൻ്റെ ശക്തി അനുദിന ജീവിതത്തിൽ നീ സ്വീകരിക്കാനും അനുഭവിക്കാനും തയ്യാറായാൽ ഈശോ പത്രോസ് നൽകിയ വിജയം നിന്റെ ജീവിതത്തിലും കിട്ടും. ഒരു നിമിഷം നമ്മൾ ശ്രവിച്ചതായ തിരുവചനത്തിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ ജീവിത വഴികളെയും നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും എല്ലാം കർത്താവിൻ്റെ തിരുമുമ്പിൽ നമുക്ക് കൊടുക്കാം. ദൈവത്തിൻ്റെ വചനം എവിടെ ഇരുന്ന് കേൾക്കുന്നോ അവരിലേക്കെല്ലാം ആ നാമത്തിൻ്റെ ശക്തി, ആ സ്നേഹത്തിൻ്റെ ശക്തി അത്ഭുതമായ അടയാളമായി മാറുകയാണ്. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നലകളിൽ എവിടെയെല്ലാമാണോ കുറവുകളും മുറിവുകളും വേദനകളും സംഭവിച്ചത് അതെല്ലാം അങ്ങ് പത്രോസ് നൽകിയ വിജയം, പത്രോസിലൂടെ മുടന്തിന് അങ്ങ് നൽകിയ സൗഖ്യം കർത്താവെ തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെയും അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.